പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു കാലം തുടങ്ങുകയാണ്. ആഗമനകാലത്തോടെ തുടങ്ങിയത് നമ്മുടെ ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭയുടെ ആരാധനാക്രമത്തിൻ്റെ അവസാനമാണ്. അതിനുശേഷം വരുന്ന എല്ലാ ദിവസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഭക്തന്മാർക്ക് ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങളാണ്. ദാറ്റ് മീൻസ് സഭ ഔദ്യോഗികമായി ആഗമനകാലം പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ചില ഭക്തന്മാർ ആഗമനകാലം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ എത്രയോ മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് കം ടു ദി പോയിന്റ്. അപ്പോൾ ഇന്ന് ഈ ക്രിസ്മസിൻ്റെ കാലം വരുമ്പോൾ ചില ആൾക്കാർ പറയല്ലേ, കർത്താവേ ക്രിസ്മസിനെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണം. അപ്പം അങ്ങനെ ഒത്തിരി പേരുണ്ട്. രോഗപീഡിതരുണ്ട്, കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ കലഹങ്ങളും ഭിന്നതകളും വഴക്കുകളും ഉള്ള, ചിലപ്പോൾ സാമ്പത്തിക കർച്ചകളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷമങ്ങളുണ്ട്. അപ്പോൾ ശരി പറയണത്, ദൈവം എല്ലാവർക്കും നല്ല ദിവസം ആകുമ്പോഴെങ്കിലും ഞങ്ങൾക്കും നല്ല ദിവസം ആകണേ എന്ന്. അപ്പം ഇരിക്കണത് ഇന്നും പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വാട്ടർക്ക് കംസ് നമ്മളത് റിസീവ് ചെയ്യണത് അതുപോലെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ദൈവത്തോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും അവകാശമുണ്ട്. ഇപ്പോൾ നല്ലൊരു കാലം വരാൻ വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലേശങ്ങളിരിക്കുന്നവർക്ക് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥരല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ ഒരു മധ്യസ്ഥരെ ആശ്രയിക്കുന്നത്. അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത എൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരത്തിൻ്റെ ആശീർവാദം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ, കടന്നു പോകുന്ന സഞ്ചാര പദങ്ങൾ, വഴികൾ, വിഷയങ്ങൾ എല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒറ്റക്കല്ല,
ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കൂടി ആശീർവാദം മേടിച്ച് വെളുപ്പിനെ തന്നെ അങ്ങയുടെ നാമത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത് ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങയുടെ ആശീർവാദം ഞങ്ങളുടെ കൂടെ ഉണ്ട്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ, മാനസിക പീഡകൾ, തകർച്ചകൾ, സാമ്പത്തിക ദുരിതങ്ങൾ, നിങ്ങളെ അലട്ടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ദൈവിക കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ആസ്തിയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസന അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവിടെ ഈ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അവകാശമില്ല, അർഹതയില്ല എന്ന് ചിന്തിച്ച് മനസ്സിടിയുന്നവർക്ക് പോലും ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ ശിഷ്യന്മാർ അരുളി ചെയ്ത അതേ ആഹ്വാനത്താൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനങ്ങളെ ഞാൻ സമാധാനം കൊണ്ട് ആശീർവദിക്കുന്നു. ആ സമാധാനത്തിൻ്റെ ആശ്വാസവും ആശീർവാദവും അനുഗ്രഹവും ഈ മക്കൾ കൈപ്പറ്റാൻ ഇടയാക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ക്രിസ്മസിൻ്റെ തന്നെ ബന്ധപ്പെട്ടൊരു വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഈ വചനം കേൾക്കുമ്പോഴേ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞതും പുൽത്തൊട്ടി കിടത്തിയതിൻ്റെ കാരണമാണ് പറയണത്. അതിന് കാരണം ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതിൻ്റെ അകത്ത്. അല്ലാതെ രാജാതിരാജനായ ഈശോയെ പിള്ളക്കൊച്ച കൊണ്ട് പൊതിയാണ്ട കാരണം എന്ത്, ആ പുൽത്തൊട്ടി കിടത്താനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ സുവിശേഷൻ കാരണം പറയും. എന്താ കാരണം? അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ലെന്ന്. ഞാനെപ്പോഴും ഇങ്ങനെ വായിക്കണത് എന്താണെന്നറിയാവോ? ഞാൻ വായിക്കണത് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ലെന്നല്ല, കൊടുത്തില്ലെന്ന് ഞാൻ വായിക്കത്തുള്ളൂ. അതെന്താ കാര്യം എന്നറിയാമോ? ഇവിടെ ദൈവത്തിന് അവർക്ക് വേണമെങ്കിൽ ഈ ജെറുസലേം ബെത്ലഹേം കൊട്ടാരം തന്നെ ഒഴിപ്പിച്ചു കൊടുക്കാമായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി വന്നാൽ തന്നെ എന്തെല്ലാം സ്ഥലങ്ങളാണ് ഒഴിപ്പിക്കണത്. അപ്പം ദൈവത്തിന് വേണമെങ്കിൽ തൻ്റെ ഏകജാതം പിറക്കാൻ വേണ്ടി ആ ബെത്ലഹേം മുഴുവനും ഒഴിപ്പിച്ചു കൊടുക്കാം. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. എന്താ കാര്യം? ഇവിടുത്തെ ലീസ്റ്റ് മനുഷ്യൻ്റെ അവസ്ഥകൾ, പുറമ്പോക്കിൽ താമസിക്കുന്ന, ടെന്റും കെട്ടി താമസിക്കുന്ന അഭയാർത്ഥികളുടെ അവസ്ഥകൾ വരെ കാലം ഈ കർത്താവ് പറഞ്ഞില്ലേ, പാവത്തുങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. അത് ഏത് സിസ്റ്റം വന്നാലും പാവത്തുങ്ങളെ ഒരു ഭാഗം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവരുടെ പക്ഷം ചേരാനാണ് ഈശോ സത്യത്തിൽ സ്ഥലം കൊടുക്കാതിരുന്നത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പക്ഷം ചേരലെന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാര്യം പാവത്തുങ്ങൾ എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് അളിച്ച കർത്താവ് പാവത്തുങ്ങളെ പക്ഷം ചേർന്നുകൊണ്ട് പാവത്തുകൾ ഒരുവനായി, അഭയാർത്ഥികൾ ഒരുവനായി, അതായത് വിദൂര ദേശങ്ങളിൽ നിന്ന് വന്ന് അഭേദിതമായ സ്ഥലത്തകപ്പെട്ട വിപ്രവാസികളിൽ ഒരുവനായി വീണ്ടും ജനിക്കുകയാണ്. സ്വന്തം ജനിച്ച ദേശത്ത് ജീവിക്കാതെ യുദ്ധങ്ങൾ കൊണ്ടും മറ്റു പല സാമ്പത്തിക തകർച്ചകളും ജെട്ടികൾ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്ന എത്രയോ മനുഷ്യരാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുമുട്ടുന്നത്. അവിടെ പക്ഷം ചേരുകയാണ്. അപ്പോൾ വായിക്കേണ്ടതെല്ലാം എന്താണെന്ന് അറിയാവോ? കിട്ടിയില്ല എന്നല്ല വായിക്കേണ്ടത്, തന്നില്ല എന്നാണ് വായിക്കേണ്ടത്. സത്യത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്നല്ല, തന്നില്ല. ദൈവം വിചാരിച്ചെങ്കിൽ തരാമായിരുന്നു. ദൈവം എത്ര പേർക്ക് വേണ്ടി വിചാരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിനക്ക് മാത്രം എന്തുകൊണ്ട് തന്നില്ല? ഈ ഒരു കാലഘട്ടം ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഒരു കാലഘട്ടമാണ്. അതാണ് ഈ ഗലാത്യരല്ലേ. ഗലാത്യരെ സൂക്ഷിച്ച് വായിച്ചാൽ നമുക്ക് രസമാണ്. എല്ലാവരുടെയും ഒരു വിളിയുണ്ട്. എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടണം. അല്ലെ പിന്നെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം ഇരിക്കണം? അതുകൊണ്ടാണ് ഗലാത്യർ 3:27 വായിച്ചേ. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അഭയാർത്ഥികളെ, അകപ്പെട്ടു പോയവര്, വഴിയാധാരമായവരെ ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ ക്രിസ്തുവോട് നമ്മൾ ഐക്യപ്പെട്ടിരിക്കും. അത് നമുക്ക് സന്തോഷം ഉണ്ടാകണം. കാര്യം ഈ കാലം മാറി വരും, പക്ഷേ ക്രിസ്തുവോട് നമ്മൾ ഐക്യപ്പെടാൻ നിർബന്ധമില്ല. ഈ കാലഘട്ടം ക്രിസ്തുവോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ കർത്താവിൻ്റെ ഒപ്പം ആയില്ലേ നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ ലോകത്തിലുള്ള എല്ലാവർക്കും ബ്രഹ്മാണ്ഡമായ വീടൊക്കെ വെച്ചിട്ട് അവിടെ അപ്പനും അമ്മയും മാത്രം താമസിക്കുന്ന വീടുണ്ട്, അപ്പനും അമ്മയും പോലും താമസിക്കാത്ത വീടുണ്ട്, അതിന് പകരം ഒരമ്മയും ബംഗാളിയും താമസിക്കുന്ന വീടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോർക്കും മനുഷ്യൻ്റെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. ആ ദൈവാനുഗ്രഹം അല്ലത്. അതൊക്കെ ഒരു ജാപമായിട്ടായിരിക്കണേ. ബ്രഹ്മാണ്ഡമായ കൊട്ടാരോ അതിനകത്തൊരു അപ്പനും ഒരു ബംഗാളിയും കൂടെ നിൽക്കണത് എന്താണത്? ദൈവാനുഗ്രഹമാണത്.
പക്ഷെ ഒരു കുഞ്ഞു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ വെള്ളം കിട്ടിയത് ആഴരിയാണെങ്കിലും അപ്പനും മക്കളും വെച്ച് സമാധാനത്തോടെ ദൈവത്തെ വിളിച്ച് കിടക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അത് സ്വർഗമല്ലേ അത്. അപ്പം നമ്മൾ ഓർത്ത് അത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചെന്ന് പറയരുത്. ദൈവം തന്നിരിക്കണത് എന്താണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഈ സ്വീകരിക്കണ വരെ നിങ്ങൾ ക്ലേശങ്ങളിലാണെങ്കിൽ ആ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ പങ്കപ്പാടിലും ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും നമ്മൾ പങ്കെടുക്കാൻ ഇടയാക്കിയതിൽ, ആ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ഇടയാക്കിയതിൽ സന്തോഷിച്ചു എന്ന് പറഞ്ഞ പോലെ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ആദിമ സന്തോഷം, സുവിശേഷത്തിൻ്റെ മൗലിക സന്തോഷം എന്ന് പറയുന്നത് ദൈവം കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന, ദൈവത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന, ക്രിസ്തുവിനോട് തൽഭവപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന, ഐക്യരൂപപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന സുവിശേഷ സന്തോഷമാണ്. അതാണ് ക്രിസ്മസിൻ്റെ മൗലിക സന്തോഷം. അതുകൊണ്ട് സത്യത്തെ സ്ഥലം ലഭിച്ചില്ലെന്നല്ല, സത്യസ്ഥലം കൊടുത്തില്ല. പല സ്ഥലങ്ങളിൽ നമുക്ക് ഇടം കിട്ടാതെ വരാം. ചില സ്ഥലത്ത് നമ്മളെ കല്യാണത്തിൽ പോലും വിളിക്കത്തില്ല അവർ. നമുക്ക് കയ്യിൽ കാശില്ല, നമുക്ക് നല്ല വാഹനമില്ല, നമുക്ക് നല്ല കളറില്ല എന്നുണ്ടെങ്കിലൊക്കെ കല്യാണത്തിൽ വിളിക്കാത്ത എത്ര പേരാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അവരിടം കിട്ടിയില്ല. മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമുക്കൊരു ഇടം കിട്ടിയില്ല. കാര്യം അവരെ പോലെ പൊന്നോ പണമോ കളറോ സൗന്ദര്യവും നമുക്കില്ല, ഇടം കിട്ടിയില്ല. അപ്പം നീ ഓർക്കണം, സങ്കടപ്പെടരുത്, ഇടം കിട്ടിയില്ല. അത് ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി. നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളിലും ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി വിളിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ തുള്ളിച്ചാടാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.